ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ജർമ്മനിയുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം തുടരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം സ്ഥിരീകരിച്ചു. 5 പേർ ഗുരുതരാവസ്ഥയിൽ. തമിഴ്നാട്ടിൽ എല്ലാ നിയമസഭാ സീറ്റുകളിലും പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1ാം വാർഷികം ഇന്ന്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ച് സൈന്യം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടി അമേരിക്ക. ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതി കേവലം ഒരു നയമല്ലെന്നും അത് ലോകരാജ്യങ്ങൾക്കായി ഇന്ത്യ ഒരുക്കുന്ന സഹകരണത്തിന്റെ ക്ഷണമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 3 ദിവസത്തെ ജർമ്മൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജർമ്മൻ പാർലമെന്ററി സമിതിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള പ്രതിരോധ വ്യവസായ ബന്ധം കൂടുതൽ ഊർജിതമാക്കേണ്ടതിന്റെ ആവശ്യകത രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോളതലത്തിൽ ഉയരുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ നൂതന സാങ്കേതിക വിദ്യയും പുതിയ കാഴ്ചപ്പാടുകളും അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പ്രതിരോധ മേഖല വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണെന്നും ജർമ്മനിയുമായുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാജ്നാഥ് സിംഗ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധ വ്യവസായ സഹകരണത്തിനുള്ള റോഡ് മാപ്പ്, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനാ പരിശീലനത്തിനുള്ള ധാരണാപത്രം എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം സ്ഥിരീകരിച്ചു. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. എല്ലാവരുടെയും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും SOP പ്രകാരമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. പൂർണ്ണമായി ശരീരമുള്ള 7 മൃതദേഹങ്ങളും 9 ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത്. പൊള്ളലേറ്റതിനാൽ ഇവരെ തിരിച്ചറിയുന്നത് ദുഷ്കരമാണ്. ഇവരുടെ ശരീരത്തിന്റെ സാമ്പിൾ ശേഖരിക്കുന്നതിനായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നിന്നും ഒരു സംഘം കൂടി ഇന്ന് തൃശൂരിൽ എത്തും. നിലവിൽ ഒരു ടീം എത്തിയിട്ടുണ്ട്. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാൻ നടപടി സ്വീകരിച്ചു. നിലവിൽ 10 പേർ അത്യാഹിത വിഭാഗത്തിൽ കഴിയുകയാണ്. ഇവരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. തൃശൂരിലെ അപകടത്തെ തുടർന്ന് എല്ലാവിധ ചികിത്സാ സഹായങ്ങളും ലഭ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങളാകെ സജ്ജമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ് എന്നിവയുടെ എല്ലാ സംവിധാനങ്ങളെയും റവന്യൂ, ദുരന്ത നിവാരണ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. പൊള്ളലേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലും തൃശൂർ കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസിലും കൺട്രോൾ റൂം തുറന്നു. 8547 614620 0488 4232 226 9447 074424 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. മന്ത്രിമാരായ വീണ ജോർജ്, VN വാസവൻ, K രാജൻ, P രാജീവ്, K കൃഷ്ണൻകുട്ടി, PA മുഹമ്മദ് റിയാസ്, R ബിന്ദു എന്നിവർ ആശുപത്രിയിൽ എത്തി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 16 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 167 വനിതകൾ ഉൾപ്പെടെ ആകെ 1478 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആകെ 44,376 ബൂത്തുകളിലായി വോട്ടെടുപ്പ് നടക്കും. ഇതിൽ 5,444 ബൂത്തുകളുടെ പൂർണ്ണ നിയന്ത്രണം വനിതകൾക്ക് ആയിരിക്കും. 207 മോഡൽ ബൂത്തുകളും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 പ്രത്യേക ബൂത്തുകളും ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. 2ാം ഘട്ടം വോട്ടെടുപ്പ് അടുത്ത ബുധനാഴ്ച നടക്കും. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ ഒറ്റഘട്ടമായി നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. സംസ്ഥാനത്ത് ആകെ 5,73,43,000-ലധികം വോട്ടർമാരുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ വാശിയേറിയ പ്രചാരണത്തിനാണ് ഇക്കുറി തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്.
തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട് സ്വദേശികളായ വോട്ടർമാർക്ക് പോളിംഗ് ദിനമായ നാളെ ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ ജീവനക്കാർക്കും അർഹതയുണ്ട്. അവധി ദിവസവേതനക്കാർക്കും താൽക്കാലിക ജീവനക്കാർക്കും ബാധകമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സമാധാന ചർച്ചകൾ തുടരുന്നതിനായി ഇറാനുമായുള്ള വെടിനിർത്തൽ കാലാവധി അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങൾക്കുമേലുള്ള നാവിക ഉപരോധം തുടരുമെന്നും ഇറാൻ കൃത്യമായ സമാധാന നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ മാത്രമേ ഇതിൽ മാറ്റമുണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഈ ഏകപക്ഷീയ പ്രഖ്യാപനത്തോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്തുന്ന ശൃംഖലയുമായി ബന്ധപ്പെട്ട 14 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിമാനങ്ങൾക്കും അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചതായി ഹിസ്ബുള്ള ആരോപിച്ചു. ഇതിന് മറുപടിയായി വടക്കൻ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. 6 ആഴ്ച നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിൽ ഇതുവരെ 2454 പേർ കൊല്ലപ്പെടുകയും 7500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ അറിയിച്ചു. ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് ഇന്ന് 1 വർഷം തികയുന്നു. രാജ്യത്തെ നടുക്കിയ ഈ ക്രൂരകൃത്യത്തിന് മറുപടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ പ്രത്യാക്രമണങ്ങളുടെ ഓർമ്മ പുതുക്കുകയാണ് രാജ്യം. മാനുഷിക പരിഗണനകൾ ലംഘിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പ്രതികരണം നിർണായകമായിരിക്കുമെന്ന് ഇന്ത്യൻ ആർമി സാമൂഹിക മാധ്യമത്തിലൂടെ ഭീകരർക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളിലേക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ അതിശക്തമായ സൈനിക നടപടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്. നിയന്ത്രണ രേഖയ്ക്കപ്പുറത്തുള്ള ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ഈ നീക്കത്തിൽ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 9ഓളം ഭീകര ക്യാമ്പുകൾ തകർത്തു. ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള സംഘടനകളിലെ 100-ലധികം ഭീകരരെ വധിക്കാനും സാധിച്ചു. കര, വ്യോമ, നാവിക സേനകളുടെ ഏകോപിതമായ നീക്കമായ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ സൈനിക കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകമായി മാറി. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ നേരിട്ട് പിടികൂടാനായി ഓപ്പറേഷൻ മഹാദേവ് എന്ന വിപുലമായ തെരച്ചിൽ ദൌത്യവും സൈന്യം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ 28-ന് ആക്രമണത്തിന് ഉത്തരവാദികളായ 3 ഭീകരരെയും സൈന്യം വധിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ജോഹന്നസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9:30-ന് മത്സരം ആരംഭിക്കും. ആദ്യ 2 കളികളിലും പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. 5 കളികളുള്ള പരമ്പരയിലെ 4-ാം മത്സരം ശനിയാഴ്ച ജോഹന്നാസ്ബർഗിലും അവസാന മത്സരം ഈ മാസം 27-ന് ബെനോണിയിലെ വില്ലോമൂർ പാർക്കിലും നടക്കും. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ 47 റൺസിന് പരാജയപ്പെടുത്തി. ഹൈദരാബാദ് ഉയർത്തിയ 243 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹി 195 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ന് രാത്രി 7:30-ന് നടക്കുന്ന കളിയിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടും. ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രനട തീർത്ഥാടകർക്കായി ഇന്ന് തുറക്കും. രുദ്രപ്രയാഗ് ജില്ലാ ഭരണകൂടം തീർത്ഥാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ജില്ലാ മജിസ്ട്രേറ്റ് വിശാൽ മിശ്ര അറിയിച്ചു. ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബദരീനാഥ് ക്ഷേത്രനട നാളെയാണ് തുറക്കുക. സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടവും പോലീസും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രതിരോധ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക ഏകീകരണം ശക്തമാക്കുന്നത് പ്രതിരോധ നിർമ്മാണം, സാങ്കേതിക വിദ്യ കൈമാറ്റം, വിതരണ ശൃംഖലയുടെ കരുത്ത് എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജർമ്മനിയുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ സന്ദർശനം തുടരുന്നു. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം സ്ഥിരീകരിച്ചു. 5 പേർ ഗുരുതരാവസ്ഥയിൽ. തമിഴ്നാട്ടിൽ എല്ലാ നിയമസഭാ സീറ്റുകളിലും പശ്ചിമബംഗാളിൽ 1-ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 152 മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ 1-ാം വാർഷികം ഇന്ന്. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഉറച്ച നിലപാട് ആവർത്തിച്ച് സൈന്യം. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടി അമേരിക്ക. ഉപരോധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ജോഹന്നാസ്ബർഗിൽ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.